പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാം, ഹെൽത്തിയുമാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കാം. ഒരു പാനിലേക്ക് 250 ഗ്രാം 1/4 കിലോ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് ഞാൻ 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നുറുക്ക് ഗോതമ്പൊന്നും അല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ പൊടിപ്പിക്കാനൊക്കെ എടുക്കുന്ന വലിയ ഗോതമ്പില്ലേ, അത് 250 ഗ്രാം നന്നായി വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഗോതമ്പ് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് 250 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്കിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ഇങ്ങെടുത്താൽ മതിയാകും. ശർക്കര നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കല്ലും അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട്, വളരെ ഫൈനായിട്ടുള്ള പൗഡറൊന്നും ആയിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളുണ്ട്, ഫൈൻ പൗഡർ അല്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ തേങ്ങയും ഈ ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം, ഒന്ന് നനഞ്ഞു വരണം. അതുപോലെ ഒരു 10-30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, മുഴുവനായിട്ടും തണുത്ത് പോകണ്ട. ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതാ ഇപ്പോൾ നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഗോതമ്പ് മുഴുവനും നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടി വെക്കാം. നിങ്ങൾ ഈ പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഈ ബോൾസ് ഒക്കെ നന്നായി തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ.